യെസ്, വീണ്ടും 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 ഒരു ചോദ്യം. ഇതാ പിടിച്ചോ. റൈറ്റ് 2 എക്സാമ്പിൾ ഫോർ ഓർഗാനിക് പെസ്റ്റിസൈഡ്സ്. ജൈവ കീടനാശിനികൾക്ക് ഓർഗാനിക് പെസ്റ്റിസൈഡ്സിന് 2 ഉദാഹരണം പരീക്ഷയ്ക്ക് 1 മാർക്കിനോ അല്ലെങ്കിൽ 2 മാർക്കിനോ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഓർഗാനിക് പെസ്റ്റിസൈഡ്സിന് 2 ഉദാഹരണം ഞാൻ പറയട്ടെ. 2 ടൈപ്പ് ഓഫ് പെസ്റ്റിസൈഡ്സ് ഉണ്ട്. ഓർഗാനിക് ഉണ്ട്, കെമിക്കൽ ഉണ്ട്. ഓർഗാനിക് പെസ്റ്റിസൈഡ്സ് ഓർഗാനിക് സബ്സ്റ്റൻസിൽ നിന്നുണ്ടാക്കുന്നു, കെമിക്കൽ പെസ്റ്റിസൈഡ്സ് കെമിക്കൽ സബ്സ്റ്റൻസിൽ നിന്നുണ്ടാക്കുന്നു. അങ്ങനെയെങ്കിൽ ഓർഗാനിക് പെസ്റ്റിസൈഡ്സിന് 2 ഉദാഹരണമാണ് ഇവർ ചോദിച്ചിട്ടുള്ളത്. നമ്മൾ 3 എണ്ണം പഠിച്ചിട്ടുണ്ട്, പക്ഷെ നമുക്ക് 2 എണ്ണം എഴുതി കൊടുത്താൽ മതി. ഏതൊക്കെയാണ് ആ 3 എണ്ണം? ടുബാക്കോ ഡിക്കോക്ഷൻ, അതെന്താ സാർ? പുകയില കഷായം. ടുബാക്കോ ഡിക്കോക്ഷൻ, പുകയില കഷായം. രണ്ടാമത്തേത് നീം ഓയിൽ ഇമൾഷൻ, അതെന്ത് ഇമൾഷൻ? വേപ്പെണ്ണ എമൽഷൻ. നീം ഓയിൽ ഇമൾഷൻ അല്ലെങ്കിൽ വേപ്പെണ്ണ എമൽഷൻ അല്ലെങ്കിൽ ഇമൽഷൻ. ഇത് എമൽഷൻ പറഞ്ഞാലും ഇമൽഷൻ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, പിന്നെ അടുത്തത് ഗാർലിക് കാന്താരി മിക്സ്ചർ. ഗാർലിക് കാന്താരി മിക്സ്ചർ, കിടിലം പേരല്ലേ? വെളുത്തുള്ളി കാന്താരി മിശ്രിതം. ഇതൊക്കെ എന്താണ്? ഓർഗാനിക് പെസ്റ്റിസൈഡ്സാണ്. സോ ഓർഗാനിക് പെസ്റ്റിസൈഡ്സിൻ്റെ 2 ഉദാഹരണങ്ങൾ എന്താ നിങ്ങൾ പഠിച്ചു വെക്കുക. ഇതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള 2 ഉദാഹരണം എൻ്റെ ഒരു മൈൻഡിൽ, ഒന്ന് പുകയില കഷായം, രണ്ടാമത്തത് നീം അല്ലെ ഗാർലിക് കാന്താരി മിക്സ്ചറുമാണ്. ഈ നീം ഓയിൽ ഇമൾഷൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. കുഴപ്പമില്ല, നിങ്ങളെ കംഫർട്ടിനനുസരിച്ച് ഞാൻ വിട്ടുതന്നു. ഇതിൽ ഏതെങ്കിലും 2 എണ്ണം എന്ത് ചെയ്യുക, പഠിച്ചു വെക്കാം. എന്ത് ചെയ്യുക, അഥവാ പരീക്ഷയ്ക്ക് 1 ചോദിച്ചാൽ നിങ്ങൾക്ക് അത്രയും ലാഭം, കാരണം 1 എഴുതി കൊടുത്താൽ മതിയല്ലോ. പിന്നെ വേണമെങ്കിൽ ഒന്നും കൂടി എന്ത് ചെയ്യുക, 1 വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാം. എല്ലാവരും രക്ഷപ്പെടട്ടെ, എല്ലാവരും പഠിക്കട്ടെ, എല്ലാവരും എൻജോയ് ചെയ്യട്ടെ അല്ലേ. എന്നാൽ ഞാൻ അടുത്ത ചോദ്യം. ട്രൈക്കോഗ്രാമ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ്. 1 മാർക്കിൻ്റെ ചോദ്യം കേട്ടോ. ട്രൈക്കോഗ്രാമ അതേത് ഗ്രാമാണ് സാർ? ട്രൈക്കോഗ്രാമ അതാരാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ കീടാണുക്കളെ, ഈ മിസ്റ്റർ കീടാണുക്കളെയും അതേപോലെ തന്നെ പെസ്റ്റുകളെയൊക്കെ കൺട്രോൾ ചെയ്യാൻ 3 മെത്തേഡുകൾ യൂസ് ചെയ്യുന്നു പഠിച്ചിരുന്നു. 1 ബയോളജിക്കൽ കൺട്രോൾ, 2 മെക്കാനിക്കൽ കൺട്രോൾ, 3ാമത്തേത് എന്തായിരുന്നു? പെസ്റ്റിസൈഡ്സ്, കീടനാശിനി തളിക്കുക. അതിൽ ബയോളജിക്കൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. കീടങ്ങൾ ആരെന്നെ കൊന്നോളും, ജന്തുക്കൾ തന്നെ കൊന്നോളും അല്ലേ, അല്ലാതെ നമ്മൾക്ക് അതിൽ പ്രത്യേകിച്ച് വലിയ റോളൊന്നുമില്ല. പിന്നെ മെക്കാനിക്കൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ, യാന്ത്രിക നിയന്ത്രണം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെന്ത് ചെയ്യും, എന്തെങ്കിലുമൊക്കെ ഒരു കെണിയൊക്കെ വെക്കും. ഇപ്പോൾ എലിയെ പിടിക്കാൻ വേണ്ടിയിട്ട് എലിക്കണിയൊക്കെ വെക്കുകയെ, അതേപോലെ ഒരു കെണി നമ്മൾ സെറ്റ് ചെയ്യും. പിന്നെ പെസ്റ്റിസൈഡ്സ് എന്ന ഡയറക്റ്റ് കീടനാശിനി ഇങ്ങനെ തളിക്കുക. അങ്ങനെ കുറേ ആൾക്കാർ മരിച്ചു പോകും. ആളുകളല്ല, കീടങ്ങൾ കേട്ടോ, പെസ്റ്റുകൾ മരിച്ചു പോകും. ഓക്കെ, അപ്പോൾ ഇവിടെ ട്രൈക്കോഗ്രാമ അതെന്തിൻ്റെ ഉദാഹരണമാണ്? അത് മെക്കാനിക്കൽ കൺട്രോൾ ആണോ, അതോ ബയോളജിക്കൽ കൺട്രോൾ ആണോ, അതോ പെസ്റ്റിസൈഡ്സ് ആണോ? നിങ്ങൾ പറയും. എടാ, ബയോളജിക്കൽ കൺട്രോളിൻ്റെ ഉദാഹരണമല്ലേ? ട്രൈക്കോഗ്രാം എന്തിൻ്റെ ഉദാഹരണമാണ്? ബയോളജിക്കൽ കൺട്രോൾ, അതായത് ജൈവ നിയന്ത്രണം. ഓക്കെ, ജൈവ നിയന്ത്രണം. അപ്പോൾ ജൈവ നിയന്ത്രണത്തിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതിൽ പ്രത്യേകിച്ച് നമ്മൾക്ക് റോളില്ല. ഇപ്പോൾ പുൽച്ചാടിനെയും അതേപോലെ തന്നെ ചെറിയ ചെറിയ കീടങ്ങളൊക്കെ ആര് തിന്നും? തവള തിന്നും. അതുകൊണ്ട് തവള എന്താണ്? ഒരു ബയോളജിക്കൽ കൺട്രോളിന് ഉദാഹരണമാണ്. പാമ്പല്ല, ഓന്ത്, അരണ, ഇതൊക്കെ എന്താണ്? ബയോളജിക്കൽ കൺട്രോളിന് ഉദാഹരണമാണ്. അതുപോലത്തെ ഒരു ഉദാഹരണമാണ് ആര്? ട്രൈക്കോഗ്രാമ. അപ്പോൾ ട്രൈക്കോഗ്രാമ ഒരു ജീവിയാണ്. തവളനെയും അരണനെയും ഓന്തിനെയൊക്കെ പോലെ ഒരു ജീവിയാണ് ആര്? ട്രൈക്കോഗ്രാമ. ആ പേര് കേട്ടപ്പോൾ നിങ്ങൾക്ക് അതൊരു ജീവിയാണെന്ന് തോന്നിയോ? ഇല്ലല്ലോ, എനിക്കും തോന്നിയിട്ടില്ല ആദ്യം, പക്ഷേ അതൊരു ജീവിയാണ്. ഇനി അടുത്ത ചോദ്യം. റൈറ്റ് ആൻ എക്സാമ്പിൾ ഫോർ മെക്കാനിക്കൽ കൺട്രോൾ. നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയിട്ടുള്ളൂ. ഇതെന്താ? റൈറ്റ് ആൻ എക്സാമ്പിൾ ഫോർ മെക്കാനിക്കൽ കൺട്രോൾ. മെക്കാനിക്കൽ കൺട്രോളിന് ഒരു ഉദാഹരണം എഴുതാൻ, അതായത് യാന്ത്രിക നിയന്ത്രണത്തിനൊരു ഉദാഹരണം എഴുതാൻ. ഇവിടെ ആർക്ക് റോളുണ്ട്? നമ്മൾക്ക് റോളുണ്ട്, മനുഷ്യന്മാർക്ക് റോളുണ്ട്. അതായത് ഇവിടെ ഈ ട്രാപ്പ്, ഈ കെണി, ഈ സെറ്റപ്പ് ഉണ്ടാക്കുന്നത് നമ്മളാണ്. ഈ ബയോളജിക്കൽ കൺട്രോളിൽ നമ്മൾക്ക് പ്രത്യേകിച്ച് റോളില്ല. തവള പോയിട്ട് പുൽച്ചാടിനെ തിന്നില്ല, നമ്മൾക്ക് എന്തെങ്കിലും റോളുണ്ടോ? ഒരു റോളില്ല. തവള എനിക്ക് ഇഷ്ടം ഉണ്ടാകുമ്പോൾ പോയിട്ട് തിന്നും. അതിന് നമ്മളിങ്ങനെ പറയാം, ഹേയ് തവള ആ പുൽച്ചാടിനെ പോയി തിന്നു. നമ്മൾ വിളിച്ചറിഞ്ഞിട്ടാണോ തവള പോണത്? അല്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. യാന്ത്രിക നിയന്ത്രണം, മെക്കാനിക്കൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മളാണ് എന്ത് ചെയ്യുന്നത്? ട്രാപ്പ് സെറ്റ് ചെയ്യുന്നത്. നമ്മളാണ് ആ പെസ്റ്റുകൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ട്രാപ്പാക്കാൻ വേണ്ടിയിട്ട് ഓരോ സംഭവങ്ങൾ സെറ്റ് ചെയ്യുന്നത്. അതിനൊരു ഉദാഹരണം ടെക്സ്റ്റ് ബുക്കിൽ ആകെ ഒരൊറ്റൊരു ഉദാഹരണം മെൻഷൻ ചെയ്യുന്നുള്ളൂ. അവൻ്റെ പേരാണ് ഫിറമോൺ ട്രാപ്പ്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഫെറമോൺ കെണി എന്ത് ചെയ്യും? സെറ്റ് ചെയ്യും. പിന്നെ വേറെയും കുറേ മെത്തേഡുകളുണ്ട് കേട്ടോ. തുളസി ചതച്ചരച്ചിട്ട്, തുളസിൻ്റെ ഇല ചതച്ചരച്ചിട്ട് അതിൻ്റെ നീരെന്ത് ചെയ്യും? ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു കവറിലൊക്കെ കെട്ടി തൂക്കിയിട്ട് അതിന് ചെറിയ ഓട്ടകളൊക്കെ ഇട്ടിട്ട് അങ്ങനെ നമ്മളെന്ത് ചെയ്യും? പെസ്റ്റുകളെയും കീടാണുക്കളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നശിപ്പിക്കാറുണ്ട്. അത് വേറൊരു മെത്തേഡ്. പക്ഷേ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു മെത്തേഡാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ജസ്റ്റ് ഇത് മാത്രം പഠിച്ചു വെച്ചാൽ മതി. യാന്ത്രിക നിയന്ത്രണം, മെക്കാനിക്കൽ കൺട്രോളിന് ഒരു ഉദാഹരണം ചോദിച്ചാൽ ഫിറമോൺ ട്രാപ്പ്. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? ഈ ബയോളജിക്കൽ കൺട്രോളും മെക്കാനിക്കൽ കൺട്രോളൊക്കെ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. അതൊക്കെ എന്താ? പെസ്റ്റുകളെ, കീടങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് ബയോളജിക്കൽ കൺട്രോൾ, മെക്കാനിക്കൽ കൺട്രോൾ, പെസ്റ്റിസൈഡ്സ്.
ബയോളജിക്കൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ജീവികളായിരിക്കും അതിലുള്ള റോള്. പിന്നെ മെക്കാനിക്കൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അതിൽ റോളുണ്ട്. നമ്മൾ ഓരോ കെണി ഇത് ഫിറമോൺ ട്രാപ്പ് പോലെ ഓരോ കെണി നമ്മൾ എന്ത് ചെയ്യും, സെറ്റ് ചെയ്യും. പിന്നെ പെസ്റ്റിസൈഡ്സ് ഓർഗാനിക്കും കെമിക്കലും ഉണ്ട്, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അതിൽ ഒരുപാട് ഉദാഹരണങ്ങളും നമ്മൾ പഠിച്ചതാണ്. സോ കംപ്ലീറ്റ് ആണ്. ഓക്കെ, ഹാപ്പി അല്ലേ? അപ്പോൾ ഉഷാറായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. ഇത് നിങ്ങളുടെ സ്വന്തം ഫാസിൽ അറക്കൽ.